ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോരാളുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഓരോരാളുടെയും സമാധിയിൽ കിട്ടുന്ന സ്പർശം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് എങ്ങനെ അനുഭവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് എന്ന് ഭഗവത്ഗീതയിലെ 54 ശ്ലോകം മുതൽ 58 ശ്ലോകം മുതൽ അല്ലേ? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ അല്ലേ? എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക എന്നാണ്. എന്താ ചോദിച്ചിരിക്കണേ? സ്ഥിതപ്രജ്ഞൻ മിണ്ടാണ്ടിരിക്കുന്നല്ല പറഞ്ഞത്, കണ്ണടച്ചിരിക്കുന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? 54 ശ്ലോകം. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുക എന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിപ്പിക്കില്ലേ? എങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ആരോടാ ചോദിക്കണത്? അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ, അങ്ങനെ ആവാൻ ഞാൻ എങ്ങനെ സംസാരിക്കണം? അങ്ങനെയെങ്കിലും സംസാരിച്ച് നോക്കട്ടെ എന്നാണ്. ഞാനൊന്ന് മാറി നോക്കാമെന്നാണ്. സമാധിസ്തസ്യ കേശവ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആരായിട്ട് മാറും? സമാധിസ്ഥനായിട്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? 54 രണ്ടാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായമാണ് ദ ക്രസ്റ്റ്, അബ്സ്ട്രാക്ട്, സിനോപ്സിസ്, കണ്ടന്റ്. രണ്ടാമത്തെ അധ്യായം പഠിച്ചാൽ പിന്നെ ഒന്നും പഠിക്കണ്ട. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനും എക്സ്പാൻഷനുമാണ്. രണ്ടാമത്തെ അധ്യായം മാത്രം സംഖ്യായോഗം, അതാണ് ഏറ്റവും പ്രാധാന്യം. സ്ഥിതപ്രജ്ഞ. എൻ്റെ മലയാളം ലക്ഷ്മി കാനാത്തിൻ്റെ കൂടെയുള്ളത് രണ്ടാമത്തെ അധ്യായത്താണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ ഓരോ ഭാഗങ്ങൾ നോക്കിയാൽ ഓരോ ശ്ലോകവും കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാവും. കുറേ പ്രാക്ടിക്കലായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞിട്ട് വായിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെയാണ് ഈ ഒരു ശ്ലോകങ്ങളാണ് ഇതിൻ്റെ കാതിലെവിടെയോ കിടക്കുന്നുണ്ടാവും. അതിങ്ങനെ അറിയാണ്ട് വന്നത്. ഇന്ന് രാവിലെയാണ് ഞാൻ ആ മെസ്സേജ് ഇട്ടത്. ഇന്നലെ രാത്രിയും കൂടി പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ വന്നപ്പോൾ ഉണങ്ങി എഴുന്നേറ്റപ്പോൾ ആദ്യം തോന്നി ഇതാണ് ഉണ്ടല്ലോ ഇതിനകത്ത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക? എന്താ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈബ്രേഷൻ അധികം ഇല്ലാണ്ട്, ദുഃഖം വരുമ്പോൾ വല്ലാണ്ട് ദുഃഖിച്ചോളൂ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയണം. സന്തോഷം വരുമ്പോൾ വല്ലാണ്ട് തുള്ളിച്ചാടണ്ട, ഇത്രയൊക്കെ ഉള്ളൂ അതിന് ആയുസ് നമുക്കറിയാം. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ നമ്മൾ സ്ഥിതപ്രജ്ഞയായി. മച്യൂരിറ്റി വേണമെന്നർത്ഥം. ബി മച്യൂർഡ്, ആത്മീയം വേണം. ആ അവസ്ഥയിലാണ് സ്ഥിതപ്രജ്ഞ. സ്ഥിതപ്രജ്ഞസ്യ സന്തുലിതാവസ്ഥ. അത് അടുത്തതിൽ പറയും. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയ ക്രോധ സ്ഥിതതീർമുരിച്ച് ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 56 ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞ എന്നാണ് ചോദിക്കുന്നത്. സ്ഥിതപ്രജ്ഞ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നാണ്. ഭഗവാൻ ഇങ്ങനെയാണ് സംസാരിക്കണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ക്ലാസ് അല്ല എടുത്തത്. അത് ഷോയിങ് ആവും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഷോ ആണ്. നമ്മുടെ പല ട്രീറ്റ്മെൻറ്റും എങ്ങനെയാണ് അല്ലേ? എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ട്രിം ചെയ്യണം, MBAയിലൊക്കെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുക. എങ്ങനെ സംസാരിക്കണം, അത് ഷോയിങ് ആണ്. പിന്നെയുള്ളതാണ് ഫീലിംഗ്. ഹൗ ആർ യു ഫീലിംഗ് എപ്പോഴാണ് ചോദിക്കുക നമ്മളോട്? എന്തോ അസുഖമുള്ളപ്പോഴാണ്. അപ്പോൾ ഹൗ ആർ യു ഫീലിംഗ് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ എന്താ, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം ആണോ അല്ലയോ? പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കുക എല്ലാവരും. ഹൗ ആർ യു ഫീലിംഗ് എന്ന് ചോദിക്കും ഇല്ലേ? നമ്മളങ്ങനെ ചോദിക്കാറില്ല. ഇപ്പോൾ അവരെ കടമെടുത്തിട്ട് നമ്മൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. ഹൗ വാസ് യുവർ ഹോളിഡേ, ഹൗ വാസ് യുവർ വീക്കെൻഡ്, ഹൗ ആർ യു ഫീലിംഗ്. ഇതൊക്കെ തട്ടിപ്പാ. ഫീലിംഗ് അല്ല വേണ്ടത്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്തോ ഒരു കുഴപ്പമിയാക്കേണ്ടത്. പനി വരുമ്പോഴാണ് ചോദിക്കുക ഹൗ ആർ യു ഫീലിംഗ്. ഡോക്ടർമാർക്ക് ചോദിക്കാം ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്ന്. കാരണം ഇന്നലെ വരെ അസുഖമായിരുന്നു, അപ്പോൾ ഇന്ന് എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഡു, അതുപോലെ തന്നെ ആ സെയിം മീനിങ് ആണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ പറയുക? ഹൗ ആർ യു ഫീലിംഗ് നൗ. അയ്യോ മിഞ്ഞാന്ന് എന്ത് തലവേന, ഇപ്പോഴത്തെ കാര്യം പറയില്ല, കാരണം ഇപ്പോൾ കുറച്ച് കുറവുണ്ടേ. ഈ കുറവുള്ളതല്ല പറയാം നമുക്ക് ഇഷ്ടം. എന്താണ്? അയ്യോ ഛർദിയോട് ഛർദിയായിരുന്നു ഇന്നലെ, ഇപ്പം എങ്ങനെയുണ്ടെന്നല്ലേ ചോദിച്ചത്. എന്നാൽ ഇപ്പം ഭേദമുണ്ടെന്ന് പറഞ്ഞൂടെ? അത് പറയില്ല. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെയാണ്. ആ ഫീലിങ്ങിൻ്റെ കുഴപ്പം, ഈ ഫീലിംഗ് പഴയതാണ്, അതുകൊണ്ടാണ് അത് തന്നെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥേൻ്റെ ഫീലിംഗ് നാളെ വരുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ ഏത് കടയിൽ പോയിട്ട് ഫ്രഷ് വടയുണ്ടോ വെച്ചാൽ നാളെ വാ ഇന്നത്തെ തരാമെന്ന് പറയും.
ഇന്ന് ഉണ്ടാക്കിയ അവിടെ നാളെ കിട്ടുള്ളൂ. ഇന്നലെ ഉള്ളത് തീർന്നാലല്ലേ ഇന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഷോയിങ് അല്ല വേണ്ടത്, ഫീലിംഗ് അല്ല വേണ്ടത്, പിന്നെന്താ വേണ്ടത്? ബീയിങ് ആണ്. ബീയിങ് ഗുഡ്. നന്മ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഐ ബിക്കം ദാറ്റ്, ഐ ബി ദാറ്റ്, ഐ ആം ബീയിങ് ഗുഡ്. മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അനുഭവിക്കുകയാണ്, അതാണ് സായുജ്യം, ആ ബീയിങ് ഗുഡ്. അപ്പം എനിക്ക് ഫിസിക്കലി കുറേ പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും എന്തില്ല, ഒരു പ്രശ്നമില്ല അല്ലേ? ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡിസീസ് ആൻഡ് ഇൽനെസ്. വ്യത്യാസം മനസ്സിലായോ? ഇൽനെസ് എന്ന് പറഞ്ഞാൽ രോഗമാണ്, ശരീരത്തിലുള്ള രോഗമാണ്. ഐ ആം ഇൽ. ഈ ഇരിക്കുന്ന കാണുന്ന പോലെ ഒന്നുമല്ല. ഐ ആം ഇൽ. എനിക്ക് ശരീരത്തിന് കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് എന്തില്ല, അസുഖമില്ല. രോഗമുണ്ട്, പക്ഷെ എന്തില്ല, അസുഖമില്ല. രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലുള്ള. അസുഖം എന്ന് പറയുന്നത് ഘമ്മിൽ നിന്ന് വന്നതാണ്. സുഖം, ദുഃഖം. ആ സുഖം കുറച്ചും കൂടി കട്ടിയാവുമ്പോൾ സുഖം, നെഗറ്റീവ് ആവുമ്പോൾ എന്തായി? അസുഖമായി. സുഖം, അസുഖം. ആ അസുഖം എന്നും പറയണ്ട, ദുഃഖം എന്ന് പറഞ്ഞാൽ മതി. രണ്ടേ ഉള്ളൂ, സുഖവും ദുഃഖമേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? അത് ശരീരത്തിന് വരുമ്പോൾ സുഖം എന്ന് പറയുന്ന മനസ്സിന് ശാരീരികമായിട്ട് അനുഭവിക്കേണ്ടതുകൊണ്ട് അസുഖം എന്ന് പേര് വന്നു. വ്യത്യാസം മനസ്സിലായില്ലേ? മനസ്സിന് മാത്രം വന്നാൽ എന്തായി? അത് ദുഃഖമായി. അസുഖവും ദുഃഖവും ഒന്ന് തന്നെയാണ്. അതിൽ റൂട്ട് വേർഡ് ഏതാ? ഘമ്മാണ്. എന്താ ഘം എന്ന് പറഞ്ഞ അർത്ഥം? സ്പേസ്. ഞാൻ ഘം സയൻറ്റിസ്റ്റാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഘം ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പം ഞാനേത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്? ഘം ഡിപ്പാർട്ട്മെൻറ്റ്. സ്പേസിലാണ്. എവിടെയാണ് സ്പേസ് ഉള്ളത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അതിൽ ആ ചേർക്കണോ, സു ചേർക്കണോ, ദു ചേർക്കണോ എന്നൊക്കെ ആര് തീരുമാനിച്ചാൽ മതി? നമ്മളങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് രോഗമുണ്ട്, പക്ഷെ എന്തില്ല? അസുഖമില്ല. അസുഖമില്ല എന്ന് മാത്രമല്ല, സുഖമുണ്ട്. അസുഖമില്ല എന്ന് പറയുമ്പോഴും ഒരു നെഗറ്റീവ് ഉണ്ട്. നമ്മൾ രാവിലെ സംസാരിച്ച പോലെ ഡുവാലിറ്റി അല്ലേ? ദ്വന്ദ്വം എന്ന് പറയുന്നതിൽ അസുഖം എന്ന് ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? എന്തോ ഒരു സുഖക്കുറവുണ്ടെന്നാണ്. ആണോ അല്ലയോ? അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? സുഖം എന്ന് പറഞ്ഞാൽ പോരെ? എങ്ങനെയുണ്ടോ സുഖം? എല്ലാം തരക്കേടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു തരം. അപ്പൊ ദുഃഖവും സുഖവും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരും തരേണ്ട കാര്യമൊന്നുമില്ല, അങ്ങോട്ട് വിചാരിച്ചാൽ മതി അല്ലേ? മലയുടെ മുകളിൽ കയറിയ എന്താ പ്രശ്നം ആണല്ലോ. എവിടെയാ പോയത്? ബദരിനാഥ, കേദാർനാഥ്. എവിടെയാണ്? എന്താ കഷ്ടപ്പാട്. എൻ്റെ മറ്റേ ബില്ല് നഷ്ടപ്പെട്ടു, എൻ്റെ ടോക്കൺ നഷ്ടപ്പെട്ടു, എന്തൊക്കെ സാഹസങ്ങളാണ്. ഞാൻ കരഞ്ഞു, ഞാൻ പിടിച്ചു, ഞാൻ പിന്നാലെ പോയി. ഇതൊക്കെ ഒരു സംഭവമില്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതൊന്നും അല്ല പ്രശ്നം നമുക്ക്. ഇതെല്ലാം എന്തിനാ നമ്മൾ പറയണേ? അവിടെയും പോയിട്ടുണ്ട്. അവിടെ പോയാലും ദുർഘടം തന്നെയാണ്. ദുർഘടമല്ല. ഞാൻ എൻ്റെ കൂടെ പോയൊരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ ചുറ്റിയടിച്ച് തിരിച്ചു വന്നിട്ട് എത്തുമ്പോൾ പറയാം, 15 ദിവസമായി മസാല ദോശ കഴിച്ചിട്ട്. ഇയാൾ ഈ പ്രദക്ഷിണം വെക്കുമ്പോഴൊക്കെ മസാല ദോശ ഓർമ്മിക്കണേ. മസാല ദോശയുടെ പാട അടിച്ചോണ്ടാണ് കൈലാസം ചുറ്റിടുന്നത്. പിന്നെ അവന് ആസ്വദിക്കാൻ പറ്റുക? നമ്മൾ ആസ്വദിച്ചതോ? ആ നോർത്തിലെത്തിയിട്ട് നോക്കുന്ന സമയത്ത് ഗംഗ വരുന്നത് അവിടെയാണ്. അപ്പം ബാക്കി എല്ലാവരും ഇങ്ങനെ ടെൻറ്റിൽ കിടക്കാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. ചന്ദ്രൻ ഇങ്ങനെ ഈ കാണുന്ന വട്ടമൊന്നുമല്ല ചന്ദ്രൻ, അതിൻ്റെ 3 ഇരട്ടി വട്ടത്തിലാണ് കാണുക. എന്നാൽ കുറച്ചുകൂടി അടുത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ചുമ്മാ പറയാം. അതൊക്കെ രാമേന്ദ്രനായാലേ കാണാൻ പറ്റുള്ളൂ. അത് ബുക്ക് എഴുതാൻ മാത്രം പോകുമ്പോൾ കാണുന്നതാ. നമ്മൾ ബുക്ക് എഴുതാനല്ല പോണത്. മനസ്സിലാവുണ്ടോ? അവിടെ എല്ലാം കാണാം, ഓംകാരം മാത്രമൊന്നുമല്ല. നമ്മളിപ്പം കൈലാസത്തിൻ്റെ മറ്റേ ഭാഗത്ത് പോകുമ്പോൾ ഓരോ മലയും ആനയായിട്ടാണ് കാണും. നല്ല പടമുണ്ട്, കംപ്ലീറ്റ് ആനകളാണ് കാണും. അത് കാർമേഘം കാണുമ്പോഴും നമുക്ക് കാണാം.
അല്ലേ? യക്ഷനെ നമ്മുടെ കാളിദാസന്റെ കവിതയിൽ യക്ഷന്റെ മേഘസന്ദേശം എന്ന് പറയുന്നതിൽ മേഘത്തിന് സന്ദേശം യക്ഷചക്രേ ജനകതനയ സ്നാനപുണ്യോതകേഷു കശ്ചിൽ കന്ത വിരഹഗുരുണസ്വ അധികാരം. ഇത് ആ സമയത്ത് കാളിദാസന്റെ ഭാവനയിൽ എഴുതുന്നതാണ് അല്ലേ? പേരോർക്കുന്നീല കൃത്യപ്പിഴവിണകയാൽ സ്വപ്രഭാവങ്ങൾ പോയോരോ ഓമൽ കന്തയെ വിട്ട് അതികഠിനം ഒരണ്ടയ്ക്കഴും സ്വാമി ശാപാൽ. അത് നമുക്കൊക്കെ കാണാൻ പറ്റില്ല, കവിക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് നമ്മൾ നോക്കി അത് കാണുമോ? ഇല്ല, നമുക്കങ്ങനെ വിരഹമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് കിട്ടുന്നത് കൃത്യമായിട്ട് ആസ്വദിക്കാനുള്ള കഴിവുള്ളപ്പോഴും പ്രശ്നങ്ങളും ഗുരുതരമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കാതൽ നമ്മൾ അതിനൊന്നും അല്ല പോകുന്നു എന്നുള്ള ബോധം വേണം. എന്തിനാ പോണത്? ആസ്വദിക്കാനാണ്. ഈ മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സുഖം അല്ലേ? എന്തിനാ ഇങ്ങനെ മാന്തണേ? എന്താ സുഖം ഇല്ലേ? ആണോ അല്ലയോ? എവിടെയെങ്കിലും ചൊറിയാൻ എന്താ സുഖം എന്നറിയാം ചൊറിയാൻ. രണ്ടും വ്യത്യാസം. വളരെ നല്ലൊരു വാക്കാ ഉപയോഗിച്ചു. ട്രാവൽ ഏജൻസികൾ ഉണ്ടാവും, ജേണിക്ക് ഏജൻസി ഇല്ല. നമ്മുടെ അനുഭവമാണ് ജേണി, അത് വേറൊരാൾക്ക് തരാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ പോലെയാണ്. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോകുന്നതാണ്, ആണോ അല്ലയോ? അത് മനുഷ്യന്മാരായാൽ അതിനെന്ത് പറയും? ട്രാവൽ. അപ്പോൾ ഗുരുവായൂരേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യരുത്? ട്രാവൽ അല്ല വേണ്ടത്. ഇപ്പം ഞാൻ 7 സ്റ്റേറ്റ്സ് ട്രാവലായിരുന്നു അമേരിക്കയിൽ. കുറേ തെലുങ്ക് ഫാമിലികൾ, 3 ഫാമിലികൾ, മറ്റേ 7 സീറ്റർ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്. അവരുടെയൊക്കെ 2 പേര്, ഞാൻ മാത്രം ഒറ്റയ്ക്കും. ഞാൻ എന്ത് ചെയ്യണം? ആ ട്രാവലിനെ ഞാൻ എന്താക്കി മാറ്റണം? അതുകൊണ്ട് അവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പറഞ്ഞു. എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തു അല്ലേ? അപ്പോൾ ഈ പോകുന്ന യാത്രയിലൊക്കെ നമ്മൾ എന്താ ചെയ്യണേ? എൻജോയ്, പഠിക്കുകയാണ്, കഥ പറയുകയാണ്. ഓരോ നമ്മുടെ ലൈഫ് ഈസ് എ ജേണി, നോട്ട് എ ട്രാവൽ. വൂമ്പിട്ട് ടൂമ്പ് ട്രാവലാണ് പലർക്കും, ദുർഘടമാണ്. ഇങ്ങനെ ചാവുന്നത് വരെ ജീവിക്കാന്ന്, ചാവുന്നത് വരെ ജീവിക്കാൻ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞു. എല്ലാ ദിവസവും പത്രം നോക്കും. എന്തിനാ? എൻ്റെ പടം വന്നില്ലല്ലോ എന്ന് അറിയാൻ. ജീവിച്ചിരിക്കുമ്പോൾ പടം വരാനുള്ള ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? എന്നിട്ട് വേറെ ചത്ത ഓനും പോയിട്ടാ. ഓരോരാൾ നമ്മുടെ പരിചയക്കാരൊക്കെ പോകുമ്പോൾ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പു എന്താശ്ചര്യം ഇതിൽ പരം. രക്ഷപ്രശ്നം എന്നൊരു പ്രശ്നമുണ്ട്. ധർമ്മപുത്ര ബ്രദേഴ്സിനെയൊക്കെ കൊണ്ടുപോയല്ലോ അല്ലേ? അവസാനം ധർമ്മപുത്ര പോകുമ്പോൾ പറയും, ഞാൻ എല്ലാവരെയും വിടാം, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എന്ത് നല്ല ചോദ്യങ്ങളായിരുന്നു അറിയോ? ഇപ്പം എന്താ ആലോചിക്കണമെന്ന് ചോദിച്ചത്. 4 ബ്രദേഴ്സും മരിച്ച ബ്രദർ എന്താ ആലോചിക്കുക? അപ്പോൾ എന്താ ചോദിച്ചതെന്നറിയോ? ഈ പ്രപഞ്ചത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ കെപ്ലേഴ്സിലോ എന്താണെന്നാ ചോദിച്ചത്. ഇതെങ്ങനെയാ കറങ്ങണേ? കോസ്മോളജിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങണേ, അതിലെന്ത് അല്ലേ? യൂണിവേഴ്സൽ ഗ്രാവിറ്റിയും തമ്മിലൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് എങ്ങനെ നിൽക്കണേ? ആകൃഷ്ടി ശക്തിസ്തു മഹീതയാ യദ്ഗസ്ത്വം സ്വാഭിമുഖം സ്വശക്തിയാ. ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ബാലൻസ് ചെയ്തിട്ട്. അഭിമുഖം ഇങ്ങനെ വലിച്ചു നിൽക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് നിൽക്കണേന്ന് ധർമ്മപുത്രൻ്റെ ഒരു ചിന്ത ആലോചിച്ച് നോക്കണം. ഏറ്റവും വലിയ ആശ്ചര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരായി കാലനൂർക്കു കടക്കവേ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പു എന്താശ്ചര്യം ഇതിൽ പരം. നമ്മൾ ഒരാളെ ശവടക്കിന് കൊണ്ടുപോകുമ്പോൾ ഞാനിവിടെ പെർമനൻ്റ് ആയിട്ടിരിക്കുന്നതാണെന്നൊരു ബോധം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. 101 ചോദ്യം രക്ഷപ്രശ്നം എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് അത്തരം ചിന്തകളിലേക്ക് പോകാൻ പറ്റുമ്പോഴാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല അല്ലേ? ഇന്നലെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത, ജന്മം കൊണ്ട് എത്ര ജനിച്ചു എന്നുള്ളതിന് 4 വാക്കിൽ തീർക്കാം. എന്തൊക്കെയാണ് പറ? ഉറക്കെ പറയും, റെക്കോർഡ് ഉണ്ടോ? ജനിക്കുക, ഭൂജാതനാവുക, പിറക്കുക, പിന്നെ വേറൊരു പര്യായം അവതരിക്കുക. ഭഗവാൻ ജനിക്കുന്നതിന് അവതരണം എന്ന് പറയാം അല്ലേ? അവതരിക്കുക. 4 വാക്കുകൾ, 4 കുഞ്ഞുണ്ണി മാഷ്ട കവിതയാ. ചത്തുപോകുന്നതിന് എന്തൊക്കെയുണ്ടെന്ന് പറയാം? ചത്തുപോവുക, മരിച്ചു പോവുക, അന്തരിക്കുക, നിര്യാതന. അത് കുറേ ഗമ വരുമ്പോഴാണ് നിര്യാതനാവുക. നമ്മളൊക്കെ ചത്തുപോയി. നിങ്ങൾ കലക്ടറൊക്കെ ആയ നിര്യാതനായി, IAS ഒക്കെ ആയ നിര്യാതനായി. കാലം ചെയ്യുക, തീപ്പെട്ടു പോവുക. പിന്നെ കിങ്ങിന് മാത്രമേ ഉള്ളൂ, രാജാക്കന്മാർക്കേ ഉള്ളൂ. കാറ്റ് പോയി, അയാളുടെ എന്താ മരിച്ചുപോയി, ചത്തുപോയി.
വിഷ്ണുപാദം പൂജയൊക്കെ ഉണ്ട്. വടിയായി. മനസ്സിലാവുണ്ടോ? അപ്പൊ ജനിക്കുമ്പോ നമ്മൾ ഒരേപോലെയാണ്. ചാവുന്ന സമയത്തേക്ക് ഊമ്പിൽ നിന്ന് ടൂമ്പിൽ പോകുമ്പോഴത്തേക്ക് ഇതിൽ ഏത് പര്യായം ഉപയോഗിക്കണം തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മമാണ്. അത് മാറ്റണമെങ്കിൽ, നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? നമ്മൾ എൻജോയ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻജോയ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? യെസ്. എന്നെ ചിലർ വിളിക്കും അർദ്ധരാത്രി 11 മണിക്ക് വിളിക്കുക, പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. എടോ മനുഷ്യ, ഏതെങ്കിലും ആൾ 11 മണിക്ക് ആത്മഹത്യ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് പറയുമോ? ലാസ്റ്റ് കോൾ എനിക്കാണെങ്കിൽ രാവിലെ പോലീസ് എൻ്റെ അടുത്തല്ലേ വരിക. ഞാൻ വല്ല ഉപദ്രവം തനിക്ക് ചെയ്തിട്ടുണ്ടോ? ഇനി അഥവാ വേണമെങ്കിൽ ഒരു 100 പേരെയും കൂടി വിളിച്ചിട്ട് താൻ ചാവുമോ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ എന്നെ ഒഴിവാക്കുക പ്ലീസ്. പക്ഷെ തമാശയല്ല, സീരിയസ് ആയിട്ടാ. എന്ത് സീരിയസ്? ചാവാൻ പോകുന്ന ഒരാളും ആത്മഹത്യ ചെയ്യുന്നതിനും ആരോടും പറയാറില്ല. നിന്റെ പ്രശ്നം എന്താ പറയുക? ആത്മഹത്യ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മാഷെ വിളിക്കണം, അതല്ലേ പറയേണ്ടത്. അതിന് വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. എന്താ തൻ്റെ പ്രശ്നം? ഞാൻ ഇപ്രാവശ്യം എന്തായാലും എൻ്റെ MBBS ഒരു പേപ്പർ തോറ്റു പോകും. അത് തോറ്റാൽ 20 ലക്ഷം അടിച്ചു പോകും അച്ഛൻ്റെ. കാരണം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെയും കാശ് കൊടുക്കണം. മനസ്സിലായോ? അപ്പം എന്താ തൻ്റെ പ്രശ്നം? ഇത് പാസ്സാവില്ല. അതിനെന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എത്രാമത്തെ ഫ്ലോറിൽ? 13ാമത്തെ ഫ്ലോറിലാണ്. അവിടുന്ന് ചാടി ചത്താൽ ഉടനെ ICUയിൽ കൊണ്ടുപോകും. അതുകൊണ്ട് അവിടുന്ന് ചാടുന്നത് ഒരു നല്ല ആത്മഹത്യാശ്രമമല്ല. ഹോസ്പിറ്റൽ കുറേ ദൂരെയുള്ള സ്ഥലത്ത് വെച്ചാൽ. മാഷ തമാശയല്ല, സീരിയസ്. എടോ തൻ്റെ ഹോസ്റ്റൽ മേറ്റ്സ് കുറച്ച് പേരില്ലേ, അവരടുത്ത് പോയി ചോദിക്ക്. അവരൊന്നും പറഞ്ഞു തരില്ല മാഷെ. അതിന് മാർഗമുണ്ട്. ഒരു ക്വസ്റ്റിന് ഒരു ഉത്തരവും പറയാൻ പറ്റുമോ എനിക്ക്? അത് പറയാം. എന്നാൽ ഒരു ക്വസ്റ്റിന് ഒരു ഉത്തരം പറയും, അത് പറയും. അതും എടുത്തിട്ട് മറ്റേ ആൾക്ക് പോയിട്ട് പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നാളെ വരാൻ പോകുന്ന ഇതാണെന്ന് അങ്ങോട്ട് പറയാം. തരാനല്ലേ മടിയുള്ളൂ, എടുക്കാൻ മടിയില്ലല്ലോ ആർക്കും. ഉണ്ടോ? അപ്പോൾ അവർ പറയും ഇതല്ലടോ ഇമ്പോർട്ടൻ്റ്, ഇതാണെന്ന് പറയും. എന്നാൽ അത് പഠിക്കാം. അപ്പോൾ 2 കിട്ടിയോ? ആ 2 കൊണ്ട് മറ്റേ റൂമിൽ പോയാൽ 3 കിട്ടിയോ? അങ്ങനെ ഒരു 2 മണിക്കൂർ എല്ലാ ഹോസ്റ്റൽ മുറിയിലും കയറിയാൽ തനിക്കൊരു 80% മാർക്ക് കിട്ടും. കാരണം ലോകത്തിൽ ഒരു പരീക്ഷയ്ക്കും പുതിയ ക്വസ്റ്റ്യൻസ് ഒരു മാഷം ഉണ്ടാക്കാറില്ല. പഴയ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക. കാരണം ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, ഞാൻ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടറിയോ? കാരണം എത്ര എഴുതണം, അതിന് എത്ര മാർക്ക് കൊടുക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ എവിടെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പഴയ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിന് മാർക്ക് എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിൽ ചെറിയ ഉത്തരമാണോ വലിയ ഉത്തരമാണോ കറക്റ്റ് ഉണ്ട്. അവിടുന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ നമ്മുടെ പണി കഴിയും. അങ്ങനെ എല്ലാ മാഷന്മാരും ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്താൽ ഫുൾ മാർക്കും കിട്ടും. ചെയ്തോളാൻ പറയും. 86% കിട്ടുമ്പോൾ രാത്രി 3 മണിക്കൂർ പഠിച്ചാൽ കിട്ടുന്നതും ഒരു സെമസ്റ്റർ ഫുൾ പഠിച്ചാൽ കിട്ടുന്നതും ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്താ പറയണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവാംബുമിശ്രം. കൃത്യമായിട്ട് എന്തെടുക്കണം നമുക്കറിയണം. കുറേ സമയം ചെലവഴിക്കുന്നതിലല്ല കാര്യം. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിത്തും ചിരം. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഫയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരും വരില്ല ഇവിടെ. ആണോ അല്ലയോ? ആ ഫയറിന് എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. അത് മൂടി വെച്ചാൽ ഫയറില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫയറില്ലാത്ത കുറേ പേര് വരാണ്ടുണ്ടാവും. പക്ഷെ അത് മൂടി വെച്ചാൽ പുകയാ വരും. തീ മൂടി വെച്ചാൽ എന്ത് വരും? പുക വരും. തീ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് കുറച്ചും കൂടി ഭേദം. ബാക്കിയുള്ളവർ ആരും ഉപദ്രവിക്കില്ല. തീ ഉണ്ട് താനും, അത് കാണിക്കാൻ മാർഗവുമില്ല. അപ്പം എന്ത് ചെയ്യും? പുക വരും. അപ്പോൾ നമ്മുടെ എല്ലാ പുകക്ക് എന്താ കാരണം? ഉള്ളിൽ പുകയുണ്ട്. എന്താ കാരണം? ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന് നല്ല സത്സംഗം വേണം. മനസ്സിലായോ? അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ എന്ത് ചെയ്യും? എന്നാൽ നമുക്ക് ചെയ്യാം. ജോലി ഒറ്റക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ കൂട്ടുകൂടുന്നതൊക്കെ സിമിലർ ബേർഡ്സ് വിൽ ഫ്ലൈ ഓൾ ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒരേ ഭാഗത്ത് ഒരേപോലെ ഉള്ളൂ. അതും എങ്ങനെ ചെയ്യണം? ചെറിയ പക്ഷികൾ ഇങ്ങനെ പറക്കുക, കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? ആ ഹൈറ്റിലേ പറക്കുള്ളൂ. കുറച്ചും കൂടി വലിയ പക്ഷികളോ 2-3 പ്രാവശ്യം ഇങ്ങനെ അടിക്കുമ്പോൾ മുകളിലേക്ക് പറക്കാൻ പറ്റും. അതിലും മുകളിൽ പറക്കാൻ പറ്റുന്ന ഈഗിളൊക്കെ എന്താ അറിയോ? ഒരടി അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പറക്കും. കുറച്ച് പണിയെടുക്കുക, ബാക്കി ശരിക്കും എൻജോയ് ചെയ്യാം. നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല, പണിയെടുക്കുന്നില്ല. ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും കുറേ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ കയ്യിൽ പോകുന്നില്ല. പക്ഷേ ഇതറിയണം. ഓക്കെ, ഗുഡ് ഇനഫ്.